നിങ്ങൾ രണ്ട് വ്യക്തികളെ സങ്കല്പിക്കുക. രണ്ട് സുഹൃത്തുക്കളാണ്. അവർ ഒരേ കോളേജിൽ പഠിക്കുന്നു, ഒരേ കോഴ്സ് പഠിക്കുന്നു, അവർക്ക് ഒരേ ജോലി കിട്ടുന്നു, രണ്ടുപേർക്ക് ഒരേ ശമ്പളമാണ്. ഇനി ഒരു 10 വർഷം കഴിയുന്നതായിട്ട് സങ്കല്പിക്കുക. 10 വർഷത്തിന് ശേഷം നമ്മൾ ഇവരുടെ അവസ്ഥ, ഇവരുടെ സാഹചര്യം എന്താണെന്ന് നമ്മൾ വിലയിരുത്തുകയാണ്. അതായത് അയാൾ ഫൈനാൻഷ്യലി സെക്യൂർ ആയിരിക്കുന്നു, അയാൾക്ക് നല്ല സേവിങ്സ് ഉണ്ട്, അയാൾക്ക് വീടായിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല കുടുംബമുണ്ട്, അങ്ങനെ എല്ലാം സെക്യൂർ ആയ ഒരു അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മറ്റേ ആളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും അയാൾ കുറച്ച് കടത്തിലാണ്, അതുപോലെ തന്നെ അയാൾക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല, അയാൾ ഫൈനാൻഷ്യലി സ്ട്രെസ്ഡ് ആണ്, ഇമോഷണലി സ്ട്രെസ്ഡ് ആണ്, ജോബിനോട് അയാൾക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല, പക്ഷെ എങ്കിലും അയാൾ ജോബ് ചെയ്യുന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരേ സാഹചര്യത്തിൽ നിന്ന് വരുന്ന രണ്ട് പേർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്കംസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ, അതിന് കാരണമാകുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇൻഷുറൻസിനെ പറ്റിയാണ്. രണ്ടാമത്തെ ആളുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഫാമിലിയിൽ പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വരുന്നു. അങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസി സാഹചര്യത്തിൽ അയാളുടെ പക്കലുള്ള എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെടുന്നു, അയാൾക്ക് സ്ഥലം നഷ്ടപ്പെടുന്നു, അയാൾക്ക് കടമെടുക്കേണ്ടി വരുന്നു, അയാൾ ആ കടം വീട്ടാൻ പറ്റാത്ത സാഹചര്യത്തിലാവുന്നു, കാരണം ഇതിന്റെ ചെലവ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് പറയുന്നത്, നമ്മളൊരു ടേം ഇൻഷുറൻസ് അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും ഏറ്റവും അനിവാര്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി നമ്മളിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ടേം ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അടുത്തത് രണ്ടാമത്തെ കാര്യത്തിൽ സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണ്. അതായത് ഓരോ രൂപയും ചെലവഴിക്കുമ്പോൾ അത് എന്തിനു ചെലവാക്കുന്നു എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക, നോട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. നമ്മുടെ എക്സ്പെൻസസിനെ ട്രാക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ പണത്തിനെ സേവ് ചെയ്യാൻ സാധിക്കുകയില്ല. അതായത് കയ്യിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് പോകുന്നത് പോലെ പണവും പൊക്കൊണ്ട് നിന്നിരിക്കും. ഇത് പോയതിനു ശേഷമേ ഉള്ളൂ എത്ര വലിയ തുകയാണ് നമ്മൾ ചെറിയ ചെറിയ എക്സ്പെൻസസിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻസസിനെ കൃത്യമായി ട്രാക്ക് ചെയ്താൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ട്രാക്കിങ്ങിന്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത്, നമുക്ക് മോസ്റ്റ് കോമൺലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റൂളാണ് 50-30-20 റൂൾ. ഈ 50-30-20 റൂളിൽ 50 എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാനുള്ള പണമാണ്. അതായത് നമുക്ക് സാലറി വരുന്നുണ്ടെങ്കിൽ അതിന്റെ 50% നമ്മൾ നമ്മുടെ അനിവാര്യമായിട്ടുള്ള എക്സ്പെൻസസ്, നെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ്, അതായത് ഫുഡ്, ഷെൽട്ടർ, ഇലക്ട്രിസിറ്റി, പിന്നെ ബേസിക് നെസസിറ്റീസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെലവാക്കാനുള്ളതാണ്. അതിനുശേഷം ഒരു 30% നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക്, അതായത് ആഗ്രഹങ്ങൾക്ക് നമുക്ക് ചെലവഴിക്കാന്നുള്ളതാണ്. അതായത് സിനിമ കാണാൻ തോന്നുന്നു, അങ്ങനെയല്ല എങ്കിൽ ഒരു ഫോൺ വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരു 20%, ടോട്ടൽ സാലറിയുടെ 20% നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിന്നെയുള്ള മിസ്റ്റേക്കാണ് എമർജൻസി ഫണ്ട് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അതായത് പെട്ടെന്നൊരു എമർജൻസി വരുന്നു, അതായത് ഹെൽത്ത് എമർജൻസി മാത്രമല്ല, ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയോ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നു, ഫോണിന് കേടുപാടുകൾ സംഭവിക്കുന്നു, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് വരുന്നു, ജോലി നഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമുക്ക് മറികടക്കാൻ സഹായിക്കുന്ന ഒരു ഫണ്ടാണ് എമർജൻസി ഫണ്ട്. അതായത് നമുക്ക് നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെടുമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഐഡിയലി 6 മാസം, അതല്ല എങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 മാസമെങ്കിലും ജോലി ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള എസെൻഷ്യൽ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള ഒരു തുക നമ്മൾ കൃത്യമായി മാറ്റി വെച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് രൂപീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെയുള്ള പ്രധാന മിസ്റ്റേക്കുകളിൽ ഒന്നാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താമസിച്ചു പോകുക എന്നുള്ളത്. അതായത് നമ്മൾ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യാം, പിന്നെ ഒരു 5 വർഷം ഇൻവെസ്റ്റ് ചെയ്യാം, എനിക്ക് സാലറി മെച്ചമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നീട്ടി പോകുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്ന അവസരം വലുതാണ്. അതായത് ഒരു ഉദാഹരണം പറയാം. 45 വയസ്സുള്ള വ്യക്തി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങുന്നു. അദ്ദേഹത്തിന് റിട്ടയർമെന്റ് വരെ ഏറെക്കുറെ ഒരു 15 വർഷമുണ്ട്. 60 വയസ്സിൽ റിട്ടയർ ആകുന്നു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആകെക്കൂടെ കിട്ടുന്നത് 15 വർഷങ്ങൾ മാത്രമാണ്. പക്ഷെ നിങ്ങൾ ഒരു 25 വയസ്സിലാണ് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് 35 വർഷത്തോളം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വലിയ റിട്ടേൺസ് നിങ്ങൾക്ക് നേടാനുള്ള അവസരം ലഭിക്കും, നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര നേരത്തെ നമ്മൾ ചെയ്യാൻ ആരംഭിക്കുന്നു അത്ര നല്ലതാണെന്ന് മനസ്സിലാക്കി പോവുക. പിന്നെയുള്ളത്, നമ്മൾ അനാവശ്യമായ ലോണുകൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ അത് ഒരു അസറ്റ് ആണോ ലയബിലിറ്റി ആണോ നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ലയബിലിറ്റി ആണ് എങ്കിൽ, അതായത് അത് വാങ്ങിയ ഉടനെ അതിന്റെ മൂല്യം നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗ്രോത്തോ ഗുണമോ ഒന്നും ഇല്ല എങ്കിൽ അതിൽ പ്രത്യേകിച്ച് ലോൺ എടുക്കേണ്ട കാര്യമുണ്ടോ, അത് ചെറിയ വിലയ്ക്ക് നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന കാര്യമാണോ എന്നൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോൺ എടുക്കുന്നു, അല്ലെങ്കിൽ പുതിയ ബൈക്ക് എടുക്കുന്നു,
അങ്ങനെ ഒരു പുതിയ ബൈക്ക് എടുക്കുമ്പോൾ അത് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ഉടനെ 10% അതിന്റെ വിലയിൽ ഇടിവ് വന്നു കഴിഞ്ഞു. പക്ഷെ നല്ല ലോണുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന പോസിബിലിറ്റീസ് അതിലുണ്ടാകുന്നു. ഇപ്പോൾ ഒരു ബിസിനസ് പർപ്പസിനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിൽ ലോൺ എടുക്കുന്നു. ഇതിലൊക്കെ നമുക്ക് ഫ്യൂച്ചർ ഗ്രോത്ത് പോസിബിലിറ്റീസ് അതിലുണ്ടാകുന്നു. ഇതൊക്കെ നല്ല ലോണുകൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.